ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. പുതിയ ഒരു ദിവസം കൂടെ കാണുവാൻ ദൈവം നമ്മളെ ഇടയാക്കിയല്ലോ. അതിനായിട്ട് ദൈവത്തിന് നന്ദി അർപ്പിക്കാം. ഇന്നത്തെ വായന ഭാഗം യോശുവ 4 മുതൽ 6 വരെയുള്ള അധ്യായങ്ങളാകുന്നു. ഇന്നത്തെ കുറിവാക്യം ഉൽപ്പത്തി 35 അധ്യായം 18 വാക്യം. അവൻ്റെ അപ്പനോ അവന് ബെന്യാമീൻ എന്ന് പേരിട്ടു. യാക്കോബിൻ്റെയും റാഹേലിൻ്റെയും ഇളയ മകനായിരുന്നു ബെന്യാമീൻ. യോസെഫിൻ്റെ സഹോദരനും ഗോത്രപിതാവുമായിരുന്നു ബെന്യാമീൻ. പ്രസവത്തെ തുടർന്ന് മരിക്കാറായ റാഹേൽ തൻ്റെ മകന് ദുഃഖത്തിൻ്റെ പുത്രൻ എന്നർത്ഥമുള്ള ബെനോനി എന്ന് പേരിട്ടു. എന്നാൽ യാക്കോബ് തൻ്റെ ഇളയ മകന് ബെന്യാമീൻ എന്ന് പേർ വിളിക്കുന്നു. ഈ പേരിൻ്റെ അർത്ഥം വലതുകരത്തിൻ്റെ മകൻ എന്നാണ്. പലസ്തീനിലെ എഫ്രാത്തയ്ക്കു സമീപമായിരുന്നു ബെന്യാമീൻ്റെ ജനനം. പിതാവായ യാക്കോബിൻ്റെ ജീവിതത്തിൽ ബെന്യാമീന് ഒരു പ്രത്യേക സ്ഥാനമുണ്ടായിരുന്നു. പിതാവിൻ്റെ അരുമയാർന്ന മകനായിരുന്നു ബെന്യാമീൻ. അത് ആ പേരിൽ തന്നെ നമുക്ക് ദർശിക്കാം. വലതുകരം അഥവാ വലങ്കൈ എന്നത് പൗരസ്ത്യ ചിന്തയിൽ പ്രഥമ സ്ഥാനത്തെയാണ് സൂചിപ്പിക്കുന്നത്. എന്നാൽ ബെന്യാമീൻ എന്ന പേരിലെ യാമീൻ എന്നതിന് തെക്ക് എന്ന ഒരു അർത്ഥവും ഉണ്ട്. ഗോത്രങ്ങളുടെ അവകാശ ഭൂമിയിൽ ഏറ്റവും തെക്കുഭാഗം ലഭിക്കുന്നതും ബെന്യാമീനാണ്. യഹൂദ്യയ്ക്കും എഫ്രൈമിനും മധ്യേ സ്ഥിതി ചെയ്യുന്ന ഇടുങ്ങിയ ഒരു മലയോര പ്രദേശമായിരുന്നു ബെന്യാമീന്യർക്ക് ലഭിച്ച അവകാശ ഭൂമി. ബെന്യാമീനും സഹോദരനായ യോസെഫും തമ്മിലുള്ള ബന്ധവും വളരെ ശക്തമാണ് എന്ന് നമുക്ക് ഉൽപ്പത്തി പുസ്തകം 45 അധ്യായത്തിൽ നിന്ന് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. ഇവിടെ മന്ത്രിപഥത്തിൽ എത്തിയ യോസെഫ് തൻ്റെ സഹോദരങ്ങളെ കണ്ടിട്ട് അവർക്ക് തന്നെ വെളിപ്പെടുത്തിയതിന് ശേഷം അവൻ തൻ്റെ അനുജൻ ബെന്യാമീനെ കെട്ടിപ്പിടിച്ച് കരഞ്ഞു. ബെന്യാമീൻ അവനെയും കെട്ടിപ്പിടിച്ച് കരഞ്ഞു എന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. അതിലൂടെ ഈ സഹോദരങ്ങൾ തമ്മിൽ വളരെ ശക്തമായ ഒരു ബന്ധമുണ്ടായിരുന്നു എന്ന് നമുക്ക് കാണുവാൻ കഴിയും. എന്നാൽ ബഥേൽ, ഗിബയ എന്നീ സ്ഥലങ്ങൾ ഇവർക്ക്, അതായത് ബെന്യാമീൻ ഗോത്രക്കാർക്ക് അവകാശമായി ലഭിച്ചിരുന്നു. ഇത് കനാന്യരുടെ ആരാധനാ കേന്ദ്രങ്ങളും ആയിരുന്നു. കൂടാതെ എരിഹോവും യെരുശലേമും ഒക്കെ ബെന്യാമീന്യർക്ക് ലഭിച്ചിരുന്നതായിട്ട് കാണാം. അത് കനാന്യരുടെ പുണ്യസ്ഥലങ്ങളും ആയിരുന്നു. ഇരമ്യാവിൻ്റെ ഗ്രാമമായ അനാഥോത്തും ബെന്യാമീൻ്റെ അവകാശപരിധിയിൽ ഉൾപ്പെടുന്നവ ആയിരുന്നു. അതിനാൽ ഇവർക്ക് ലഭിച്ച ഭൂപ്രകൃതിയുടെ പ്രത്യേകത അനുസരിച്ച് ബെന്യാമീൻ ഗോത്രക്കാർ ശൂരന്മാരായ പരാക്രമശാലികൾ ആയിരുന്നു എന്ന് നമുക്ക് കാണാം. ദാവീദിനു ശേഷം ബെന്യാമീൻ്റെ ശക്തിയും സ്വാധീനവും ക്ഷയിച്ചതായി കരുതുന്നു. എന്നാൽ മഹാരഥന്മാരായ ശൗൽ, ഇരമ്യാവ്, പൗലോസ് എന്ന മറുപേരുള്ള ശൗൽ ഇവരെല്ലാം ഈ ബെന്യാമീൻ ഗോത്രത്തിലെ അംഗങ്ങളായിരുന്നു. ഫിലിപ്പ്യർക്ക് എഴുതിയ ലേഖനം 3 അധ്യായം 5 വാക്യത്തിൽ പൗലോസ് ബെന്യാമീൻ ഗോത്രക്കാരനായിരുന്നു എന്ന് എടുത്ത് പറയുന്നുണ്ട്. എന്നാൽ ദൈവപുരുഷനായ മോശ ഇസ്രായേലിനെ അനുഗ്രഹിക്കുമ്പോൾ ബെന്യാമീനെക്കുറിച്ച് ഇപ്രകാരം അവിടെ പറയുന്നുണ്ട്: അവൻ യഹോവയ്ക്ക് പ്രിയൻ, തൽസന്നിധിയിൽ നിർഭയം വസിക്കും എന്ന്. എന്നാൽ യാക്കോബ് തൻ്റെ മകനെക്കുറിച്ച് പറയുന്നത്: ബെന്യാമീൻ കടിച്ചു കീറുന്ന ചെന്നായ്, രാവിലെ അവൻ ഇര പിടിച്ച് വിഴുങ്ങും. അങ്ങനെയെങ്കിൽ ധീരമായ നേതൃത്വം കാഴ്ചവെക്കുവാൻ ബെന്യാമീന് സാധിച്ചു. യഹോവയ്ക്ക് പ്രിയനായി മാറുവാൻ ബെന്യാമീന് കഴിഞ്ഞു. അതിനാൽ നിർഭയം വസിക്കുന്നു. യഹോവയുടെ കണ്ണിൽ പ്രിയരായി തീരുവാൻ നമുക്കും ശ്രദ്ധിക്കാം. പ്രിയ കർത്താവേ, ബെന്യാമീനെ പോലെ ധീരമായ നേതൃത്വം കാഴ്ചവെക്കുവാനും നിർഭയം വസിക്കുവാനും ഞങ്ങളെ സഹായിക്കണമേ. ആമേൻ.